نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷത്തെ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ ജുമഅയിലാണ് നമ്മളുള്ളത്. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും സകലമാന സൽക്കർമ്മങ്ങളും ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാവിധ ന്യൂനതകളും കുറവുകളും വീഴ്ചകളും പടച്ചിറബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു മാസം എത്ര പെട്ടെന്നാണ് തീർന്നു പോയത് എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതും അത്ഭുതപ്പെടുത്തേണ്ടതുമായ സംഗതിയാണ്. കൊടും ചൂടും വേനലുമൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ റമദാൻ ആസന്നമാകുന്ന സമയത്ത് പലരും ആവലാതിപ്പെട്ടു, എങ്ങനെയായിരിക്കും ഈ വലിയ ചൂട് സഹിച്ചുകൊണ്ട് ഒരു മാസം നമ്മൾ നോമ്പെടുക്കുക എന്ന്. പക്ഷേ ആ ചൂടും തളർച്ചയും ക്ഷീണവും ഒന്നും അറിയാതെ ഒരു മാസം നമ്മളിൽ നിന്ന് വളരെ പെട്ടെന്ന് കഴിഞ്ഞുപോയി എന്ന് പറയുമ്പോൾ റമദാനിന്റെ മുമ്പുള്ള വെള്ളിയാഴ്ച കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. ഒരാഴ്ചയുടെ പ്രതീതിയിൽ ഒരു മാസം കഴിഞ്ഞു പോവുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ, അടയാളങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു പ്രവചനം കൂടിയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ്സാഅതു ഹത്താ യതഖാറബസ്സമാൻ, കാലങ്ങൾ പരസ്പരം അടുക്കുന്നത് വരെയും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഫതകൂനുസ്സനതു കശ്ശഹർ, അങ്ങനെ ഒരു വർഷം ഒരു മാസം പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. വശ്ശഹ്റു കൽജുമുഅ, ഒരു മാസം ഒരാഴ്ച പോലെയും നിങ്ങൾക്ക് തോന്നും. വതകൂനുൽ ജുമുഅതു കൽയൗം, അതേപോലെ ഒരാഴ്ച ഒരു ദിവസം പോലെയായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക. വയകൂനുൽ യൗമു കസ്സാഅ, ഒരു ദിവസം ഒരു നാഴിക നേരം ഒരു മണിക്കൂർ പോലെ നിങ്ങൾക്ക് തോന്നും. വതകൂനുസ്സാഅതു കല്ലർമതി ബിന്നാർ, ഒരു മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഉണങ്ങിയ വിറകോ അല്ലെങ്കിൽ കരിയിലകളോ കത്തി അങ്ങ് അമരുന്നത് പോലെ ഞൊടിയിടയിൽ സമയങ്ങൾ പോകുന്ന, അങ്ങനെ മാസങ്ങളും വർഷങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് പോലെ തോന്നുന്ന, അനുഭവപ്പെടുന്ന ആ സമയം വരുന്നതുവരെയും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് നമ്മൾക്ക് പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ അനുഭവിച്ചറിയുന്ന നമ്മൾ ഓരോരുത്തരും അടക്കം പറയുന്ന സംഗതിയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വച്ച അതേ സംഗതി ഇന്ന് നമ്മൾക്ക് അനുഭവപ്പെടും. സഹോദരങ്ങളെ, ഈ വേളയിൽ റമദാനിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാനും സമാശ്വസിക്കുവാനും വകയുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. സ്വാഭാവികമായും നോമ്പുകൊണ്ട് റമദാൻ കൊണ്ട് സന്തോഷിക്കുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. നഷ്ടക്കാരായ നോമ്പുകാരെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ഏതിലാണ് നമ്മൾ പെടുന്നത് എന്നുള്ള ആലോചനയും വിലയിരുത്തലും ഒക്കെ നമുക്ക് ഈ സമയത്തുണ്ടായി കഴിഞ്ഞാൽ, അഥവാ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു വീണ്ടും വിചാരവും ഒരു അവലോകനവും ഒക്കെ നടത്തുവാൻ സാധിച്ചാൽ അത് നമുക്ക് ഫലപ്പെട്ടേക്കും. പരിശുദ്ധ റമദാനിൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടും ഇബാദത്തുകളിൽ ശ്രദ്ധിക്കാത്ത, തൗബയും ഇസ്തിഗ്ഫാറും ഒന്നും പടച്ചറബിനോട് ചോദിച്ച് പാപക്കറകൾ കഴുകിക്കളഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ശ്രദ്ധിക്കാത്ത ഹതഭാഗ്യരായ ആളുകൾ എത്രയോ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പെടുത്തിട്ടും ലക്ഷ്യം നേടാത്ത നോമ്പുകാരെ പറ്റിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ സായിമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതശ്, അവർക്ക് അവരുടെ നോമ്പിലൂടെ കിട്ടിയത് ആകെ എന്താണ് എന്ന് ചോദിച്ചാൽ കുറെ വിശന്നു അവർ, ശരിയാണ്, കുറെ ദാഹിച്ചു എന്നതും നേരാണ്. അതിനപ്പുറത്തേക്ക് അള്ള ലക്ഷ്യം വെച്ച പടച്ചറബ് ലക്ഷ്യമായി നേടിയെടുക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ട പലതും നേടിയെടുക്കുവാൻ സാധിക്കാതെ പോയ എത്രയോ നോമ്പുകാർ, ഹതഭാഗ്യരായ ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വറുബ്ബ ഖായിമിൻ, എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ്, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, ഉറക്കം കളഞ്ഞു എന്നല്ലാതെ അവരുടെ രാത്രി നമസ്കാരം കൊണ്ട് ഒന്നും നേടുവാൻ സാധിച്ചില്ല സാധുക്കൾ എന്ന് പറയുന്ന ഹതഭാഗ്യരിൽ നമ്മൾ പെടാതിരിക്കാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും എവിടെയെല്ലാമാണ് നമുക്ക് വീഴ്ചകൾ പറ്റിയത് എന്ന് പരിശോധിച്ച് അത് പഴുതടക്കാൻ അവസാനത്തെ സമയങ്ങളിൽ, മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ ഒരു ചിന്തയും തിരുത്തലും നമുക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വിജയികളുടെ കൂട്ടത്തിലായിത്തീരും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും അവർ ഹതഭാഗ്യരാണ്, അവർക്ക് ലാഭം കിട്ടിയില്ല, നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാനുള്ള കാരണം പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയത് ഇഖ്ലാസ് ഇല്ലാതെ പോയി അവരുടെ ഇബാദത്തുകളിൽ, അവരുടെ നിയ്യത്ത് മാറിപ്പോയി. ഹാദാ മഹ്മൂലുൻ അലാ മൻ സ്വാമ വഖാമ വലം യുഖ്ലിസിൻ നിയ്യത ലില്ലാഹ്. രാത്രി നിസ്കരിക്കാത്തതല്ല പ്രശ്നം, പകലന്തിയോളം നോമ്പെടുക്കാത്തതല്ല പ്രശ്നം, പക്ഷേ പടച്ച റബ്ബിന് വേണ്ടി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അത് നിർവഹിക്കുവാൻ സാധിക്കാതെ വന്നു. അതായിരിക്കണം അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം. ഓട്ടബക്കറ്റിലേക്ക് വെള്ളം നിറക്കുന്നത് പോലെ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. കുറെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതെല്ലാം ഫലപ്രാപ്തിയിലെത്താൻ വേണ്ട അതിന്റെ നിബന്ധനകളും അതിന്റെ ഗുണങ്ങളും ക്വാളിറ്റികളും ഒന്നും പാലിക്കുവാൻ സാധിക്കാത്ത ആളുകൾ. അതേപോലെ തന്നെ പണ്ഡിതന്മാർ ഉണർത്തി, ഔ മഅസിയാമിഹി ബിന്നഹാർ വഖിയാമിഹി ബില്ലൈൽ, പകലിൽ നോമ്പുകാരാണ്, രാത്രിയിൽ നമസ്കാരക്കാരാണ്, അതോടൊപ്പം ലം യഹ്ഫൽ ജവാരിഹു, അവർ അവരുടെ അവയവങ്ങളെ ശ്രദ്ധിച്ചില്ല, സൂക്ഷിച്ചില്ല, അനിൽ ആസാം,
പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിലേക്ക് കണ്ണ് പോകുമ്പോൾ, കാത് പോകുമ്പോൾ, നാവ് പോകുമ്പോൾ, കൈകാലുകൾ അതിലേക്ക് നീളുമ്പോൾ ആ തെറ്റുകളിൽ നിന്ന് അവയെ നിയന്ത്രിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. വലം യതജന്നബ് ഖൗല അസ്സൂർ, വ്യാജമായ വർത്തമാനങ്ങൾ, ഏഷണികൾ, പരദൂഷണങ്ങൾ, മോശമായ വർത്തമാനങ്ങൾ, അതൊന്നും ഒഴിവാക്കുവാൻ നോമ്പുകാരായിരിക്കെ അവർക്ക് സാധിച്ചില്ല. പട്ടിണി കിടന്നു എന്നല്ലാതെ നോമ്പിന്റെ ഒരു ചൈതന്യം, അതിന്റെ ഒരു ആത്മാവ് നേടിയെടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല എന്നതാണ് അത്തരം ഹതഭാഗ്യരായ നോമ്പുകാരുടെ വിശേഷമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതുകൊണ്ട് നമ്മൾ ആ കൂട്ടത്തിൽ ആയി പോയിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കണം. എന്നിട്ട് വീഴ്ചകളുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ ഉടനെ തന്നെ റൂഹ് തൊണ്ടക്കുടിയിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് തിരുത്താനും റബ്ബിനോട് ഏറ്റുപറയുവാനും ഒക്കെ സാധിക്കേണ്ടതുണ്ട്. അതേപോലെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി നോമ്പെടുത്ത ആളുകളുണ്ട്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ പാരായണം ചെയ്ത, രാത്രി നമസ്കാരം ഒന്നുപോലും നഷ്ടപ്പെടുത്താത്ത, കയ്യിലുള്ളതിനനുസരിച്ച് സ്വതക്ക ചെയ്ത, സക്കാത്ത് കൊടുത്ത അങ്ങനെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പടച്ച റബ്ബിന്റെ നിയമശാസ്ത്രങ്ങൾ അംഗീകരിച്ച് റബ്ബിന് വേണ്ടി ആത്മാർത്ഥമായി നോമ്പെടുത്ത ആ നോമ്പുകാർക്ക് 2 ആഹ്ലാദമുണ്ട്, സന്തോഷങ്ങളുണ്ട് എന്നാണ്. ലിസ്വാഇമി ഫർഹതാൻ, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. ഒരു നോമ്പെടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും ആ നോമ്പ് പൂർത്തീകരിച്ച അതിന്റെ പുണ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി, അതുവരെയും നാവ് വരണ്ട്, തൊണ്ട വരണ്ട് നിന്ന് വെള്ളം കുടിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ഒക്കെ സാധിക്കുമ്പോൾ ഭൗതികമായ ആ സന്തോഷവും പടച്ച റബ്ബ് എന്നെ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുമല്ലോ എന്നുള്ള ആഹ്ലാദവും ഒരു സൽക്കർമ്മം പൂർത്തീകരിച്ച ഏതൊരാൾക്കും മനസ്സിലുണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യമാണ്, സന്തോഷമാണ്. അത് ദുനിയാവിൽ വെച്ച് കിട്ടും. രണ്ടാമത്തേത് മരണവേളയിലും പരലോകത്തും കിട്ടുന്ന സംഗതിയാണ്. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, പടച്ച റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ റൂഹ് പിടിക്കുവാൻ വരുന്ന സമയത്ത് റബ്ബിന്റെ സ്നേഹവും തൃപ്തിയും കിട്ടുന്ന ഹൈസു യനാലുൽ അജ്റ വസ്സവാബ്, പടച്ച റബ്ബ് അതിരുകളില്ലാത്ത, എണ്ണക്കണക്കിന്, എണ്ണം തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത രീതിയിൽ ഓഫർ ചെയ്ത പുണ്യം നേടിയെടുക്കുവാൻ സാധിക്കുന്നതിലുള്ള സന്തോഷം, അത് മരണവേളയിൽ അനുഭവിക്കുവാൻ സാധിക്കും, ഖബറിൽ അനുഭവിക്കുവാൻ സാധിക്കും, പരലോകത്തും അത് നേടിയെടുക്കുവാൻ, സന്തോഷിക്കുവാൻ സാധിക്കും. അതാണ് രണ്ടാമത്തെ ആഹ്ലാദം എന്ന് പറഞ്ഞത്. ആ രീതിയിൽ 2 സന്തോഷവും നമുക്ക് നേടിയെടുത്തുകൊണ്ട് വിജയം വരിക്കുവാൻ സാധിക്കണം. അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ വിജയം വരിച്ച നോമ്പുകാർ. ലഅല്ലകും തത്തഖൂൻ, ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകുവാൻ വേണ്ടി എന്ന് പറഞ്ഞ ആ അർത്ഥത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും നോമ്പ്, ഞാൻ വീണ്ടും വീണ്ടും ദുആ ചെയ്യുകയാണ്, നമ്മൾ ഓരോരുത്തരും സ്വകാര്യമായും സ്വന്തമായും ഒക്കെ ചെയ്യേണ്ട സംഗതിയാണ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഇബാദത്തുകൾ, അതിന്റെ സകലമാന വീഴ്ചകൾ, ഞങ്ങൾക്ക് വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്. ഞങ്ങൾ നിന്റെ സാധുക്കളായ അടിമകളാണ്. ഞങ്ങൾക്ക് പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയിട്ടുണ്ട്, കാണാൻ പാടില്ലാത്തത് കണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ നോമ്പിൽ, നമസ്കാരത്തിൽ ഒക്കെ അശ്രദ്ധയും വീഴ്ചയും വന്നു പോയിട്ടുണ്ടാകാം. പക്ഷേ റഹ്മാനായ റബ്ബേ, നിന്റെ കാരുണ്യം ഞങ്ങളുടെ വീഴ്ചകളെക്കാൾ അതിജയിച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ട് സാധുക്കളായ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ്, കേഴുകയാണ്. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ കുറവുകളും വീഴ്ചകളും പരിഹരിച്ച് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാന സമയത്തും ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, സഹോദരങ്ങളെ, നോമ്പെടുത്തപ്പോൾ നമ്മൾ ചെയ്ത കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ച് ഞാനൊക്കെ അങ്ങനെ ചെയ്തു, പലരും ചെയ്തില്ലല്ലോ എന്നൊരു മേനി പറയലും മേനി നടിക്കലുമല്ല നമുക്ക് വേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ത്യാഗനിർഭരമായ കർമ്മങ്ങൾ ചെയ്ത് വാപ്പയും മകനും കൂടി കഅബാലയം പടുത്തുയർത്തി അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ പറയുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. ഞാൻ നമസ്കരിച്ച നമസ്കാരം, ഞാൻ എടുത്ത നോമ്പ്, ഞാൻ കൊടുത്ത സദക്കകൾ, ഞാൻ ഓതി തീർത്ത ഖുർആനിന്റെ ഹത്തമുകൾ, പലതും പല പ്രാവശ്യം ഞാൻ ഓതി. അതേപോലെ ദിക്റുകൾ, ദുആകൾ, ഇതെല്ലാം നിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്നുള്ള വിനയത്തിന്റെ പ്രാർത്ഥനയും തേട്ടവുമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ആ ഒരു മനസ്സായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതേപോലെ തന്നെ ഞാൻ ഈ ചെയ്തതൊക്കെ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നൊരു ഭയപ്പാട് നമ്മെ ഓരോരുത്തരെയും അലട്ടേണ്ടതുണ്ട്. നമ്മുടെ നമസ്കാരത്തിൽ, നമ്മുടെ കർമ്മങ്ങളിൽ നെയ്യത്ത് മാറിപ്പോയോ? ഇഖ്ലാസിൽ കുറവ് വന്നു പോയിട്ടുണ്ടോ?
ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മെ പിടികൂടുന്നുവെങ്കിൽ അതാണ് നമ്മുടെ പൂർവികരായ സച്ചരിതരായ മുൻഗാമികളുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്ത്, ഇമാമിയങ്ങൾ, താബിഈങ്ങൾ അവരൊക്കെ ചെയ്ത കർമ്മങ്ങളെ കുറിച്ച് ഓർത്ത് കരയുമായിരുന്നു. എന്തിന്റെ പേരിൽ? കർമ്മങ്ങൾ ചെയ്യാഞ്ഞിട്ടല്ല. ആ ചെയ്ത കർമ്മങ്ങളിൽ ഇതേപോലെ വല്ല പുഴുക്കുത്തുകളും വന്നിട്ടുണ്ടോ? മനസ്സിലേക്ക് നോക്കുന്ന റബ്ബിനറിയും നമ്മുടെ വർത്തമാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ചേതോവികാരങ്ങൾ എന്തായിരുന്നു എന്ന്. അതുകൊണ്ട് പടച്ച റബ്ബ് എന്നെ കർമ്മങ്ങൾ സ്വീകരിക്കാതെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്താൽ ഞാൻ എന്തായി പോകും എന്നുള്ള ഭയപ്പാട് അങ്ങനെ അവർ കരയുമായിരുന്നു എന്നാണ്. പരിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 60-61 ആയത്തുകളിലൂടെ പറഞ്ഞു തന്ന കാര്യം അതാണ്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തുകൾ, നിങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾ. വല്ലദീന യുഅതൂന മാ ആതൗ വഖുലൂബുഹും വജില, ചെയ്യാൻ കഴിയുന്നതൊക്കെയും സാധ്യമാകുന്നതൊക്കെയും ചെയ്ത ആളുകൾ. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ആതൗ മിൻ കുല്ലി മാ യഖ്ദിറൂന അലൈഹി, അവർക്ക് സാധിക്കുന്നതൊക്കെ അവർ ചെയ്തു. മിൻ സ്വലാത്തിൻ, നമസ്കാരം, വ സകാത്തിൻ, സകാത്ത്, വ ഹജ്ജിൻ വ സദഖ വഗൈരി ദാലിക്, ഹജ്ജും അതേപോലെ തന്നെ സദഖയും ഉംറയും എന്ന് വേണ്ട സകലമാന സൽക്കർമ്മങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെയും ചെയ്തു. മഅഹാദാ ഖുലൂബുഹും ഖായിഫ, അതിനോടൊപ്പം ഇതൊക്കെ ചെയ്തിട്ടും അവരുടെ ഹൃദയം തപിക്കുകയാണ്, ഭയപ്പെടുകയാണ്. വല്ലദീന യുഅതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. നമ്മളൊക്കെ പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് പോകേണ്ടവരല്ലേ? ആ റബ്ബിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ദ അർളി അഅമാലിഹിം അലൈഹി, ഞാൻ അനുഷ്ഠിച്ച നോമ്പും എന്റെ നമസ്കാരവും ഞാൻ കൊടുത്ത സദഖയും ഞാൻ ഓതിയ ഖുർആനിന്റെ ആയത്തുകളുമൊക്കെ സൽക്കർമ്മങ്ങളായി പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ആ ഏടുകൾ, കർമ്മരേഖകൾ സമർപ്പിക്കുമ്പോൾ വൽ വുഖൂഫി ബൈന യദൈഹി, മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ മുന്നിൽ എന്നെ കൊണ്ടുപോയി നിർത്തപ്പെടുന്ന ആ രംഗം, അൻ തകൂന അഅമാലുഹും ഗൈറ മുൻജിയത്തിൻ മിൻ അദാബില്ലാ, പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ മാത്രം ഒന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പലതും വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന തിരിച്ചറിവിലൂടെ, ആ ഭയപ്പാടോടെ അവർ പേടിക്കുകയാണ്. ലിഇൽമിഹിം ബിറബ്ബിഹിം വമാ യസ്തഹിഖുഹു മിൻ അസ്നാഫിൽ ഇബാദാത്ത്, പടച്ച റബ്ബിന്റെ മഹത്വം അവർക്കറിയാം. ആ റബ്ബ് നമ്മളിൽ നിന്ന് അർഹിക്കുന്ന എന്തെല്ലാം ശുക്റുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചതുപോലെ, ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത് മുതൽ പ്രായം ചെന്ന് മരിച്ചു പോകുന്നത് വരെയും അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് സുജൂദിൽ തന്നെ കിടന്നാലും റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളോളം വരികയില്ല അത് എന്നാണ്. നമുക്ക് സുജൂദ് ചെയ്യുവാനുള്ള കയ്യും കാലും ഒക്കെ തന്നതാരാ? ആ സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ ശ്വാസം നമുക്ക് നൽകിയതാരാ? ഹൃദയം, മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, നാം ഉറങ്ങുമ്പോഴും റെസ്റ്റില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം നമുക്ക് നൽകിയതാരാ? നമ്മുടെ ഭക്ഷണവും അതേപോലെ തന്നെ വെള്ളവുമെല്ലാം നാം കുടിച്ച് വയറ്റിലേക്ക് ഇറക്കുമ്പോൾ അതിന്റെ ചണ്ടിയും പിശറുമൊക്കെ വേർതിരിച്ച് മാലിന്യങ്ങളും അഴുക്കുമായി പുറന്തള്ളുവാനുള്ള വ്യവസ്ഥകളാക്കി തന്നതാരാ? ആ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളോളം, അവന്റെ നിഅമത്തുകളോളം നമ്മളെല്ലാവരും ചെയ്താലും ആ കർമ്മങ്ങൾ പടച്ച റബ്ബിന് അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന രീതിയിൽ ആവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എന്തെല്ലാം ചെയ്താലും ഞാൻ ചെയ്തത് ഒന്നും ആയിട്ടില്ല എന്ന തോന്നലായിരിക്കും വിശ്വാസികളായ നല്ല ആളുകൾക്കുണ്ടാകുക. അതേപോലെ പടച്ച റബ്ബ് വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ നമ്മളോട് പറഞ്ഞിട്ട് അതിലെന്തൊക്കെ നമ്മൾ ചെയ്തു, ചെയ്തതിന്റെ കോലം എന്താണ് എന്ന വീഴ്ചകളും കുറവുകളും അറിയുന്ന ആളുകൾ, കർമ്മങ്ങൾ കുറഞ്ഞുപോയി എന്ന തോന്നൽ. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഹും ഖായിഫൂൻ അല്ലാ യുതഖബ്ബല മിൻഹും, സൽക്കർമ്മങ്ങൾ ചെയ്ത ഈ പറഞ്ഞ ഇബാദത്തുകളൊക്കെ ചെയ്ത ആളുകൾ പേടിക്കുകയാണ്. എന്തിന്? അല്ലാ യുതഖബ്ബല മിൻഹും, നമ്മൾ ചെയ്ത അമലുകൾ റബ്ബ് സ്വീകരിക്കാതിരിക്കുമോ എന്ന ചിന്തയിൽ നിന്ന്. ലിഖൗഫിഹിം അൻ യകൂനു ഖദ് ഖസ്സറു ഫിൽ ഖിയാം ബിശുറൂത്തിൽ ഇഅ്താ, ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിർബന്ധമായും പാലിക്കേണ്ട അതിന്റെ നിബന്ധനകൾ പാലിക്കാതെ അതിലെല്ലാം വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന ഭയത്താൽ. ഇഖ്ലാസില്ലാത്ത ഒന്നും റബ്ബിലേക്ക് നിഷ്കളങ്കമായി കൊടുക്കുന്ന കർമ്മങ്ങളല്ലാതെ പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ല. കാരണം ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, പടച്ച റബ്ബ് വിശുദ്ധനാണ്, പരിശുദ്ധമായതല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ആളുകൾ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും
ഒരു അധമ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടാണ് ഒരു കർമ്മം നമ്മൾ ചെയ്തതെങ്കിൽ, ഒരു 10 രൂപ ഒരു സാധുവിന് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ, അതൊക്കെ ആ കർമ്മങ്ങൾ അതിന്റെ പേരിൽ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന ഭയം, അതാണ് അവർക്കുണ്ടായത് എന്നാണ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ. ശേഷം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് കൂടി ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സംഭവം. അള്ളാഹുവിന്റെ റസൂലെ, കർമ്മങ്ങൾ ചെയ്തിട്ടും ഹൃദയങ്ങൾ നടുങ്ങുന്ന പേടിക്കുന്ന ആളുകൾ എന്നല്ല പറഞ്ഞില്ലേ, അവരാരാണ്? ഹുവല്ലദീ യസ്രിഖു വയസ്നി വയശ്റബുൽ ഖംർ, മോഷണം നടത്തുന്ന, വ്യഭിചരിക്കുന്ന, മദ്യപിക്കുന്ന അങ്ങനെയുള്ള ആളുകളാണോ? നിസ്കരിക്കുന്നുണ്ട്, അതേപോലെ സൽക്കർമ്മങ്ങൾ പലതും ചെയ്യുന്നുണ്ട്, മറുവശത്തൂടെ ഇതേപോലെയുള്ള ഹറാമുകൾ വൻദോഷങ്ങളൊക്കെ ചെയ്തു പോയ ആളുകളാണ് വഹുവ യഖാഫുല്ലാഹ്, പടച്ചവനെ കുറിച്ചുള്ള പേടിയാൽ നടങ്ങുന്ന കരയുന്ന ആളുകൾ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, ലാ യാ ബിൻത സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിന്റെ മകളെ ആയിഷ, അല്ല, വലാകിന്നഹു അല്ലദീ യുസല്ലി വയസൂമു വയതസദ്ദഖ്, കള്ളു കുടിക്കുന്ന, വ്യഭിചരിക്കുന്ന, മോഷണം നടത്തുന്ന ആളുകളെ പറ്റിയല്ല, മറിച്ച് നമസ്കരിച്ച, നോമ്പെടുക്കുന്ന, സദക്ക ചെയ്യുന്ന ആളുകളാണ്. വഹുവ യഖാഫുല്ലാഹ്, അയാളാണ് ഭയപ്പെടുന്നത് എന്റെ അമലുകൾ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന ഭയം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണർത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്തതിൽ വളരെ കൂടുതൽ ഉണ്ട് എന്ന് അഹങ്കരിക്കുകയോ അതിന്റെ മേനി പറയുകയോ ചെയ്യുന്നതിനപ്പുറം അതിലെന്തെങ്കിലുമൊക്കെ വീഴ്ചകളും കുറവുകളും വന്നു പോയിട്ടുണ്ടോ എന്നുള്ള ചിന്തയും വിലയിരുത്തലുമാണ് നമുക്ക് വേണ്ടത്. അതേപോലെ അങ്ങനെ നന്മകൾ അധികരിപ്പിക്കുവാൻ സാധിക്കണം. ഞാൻ കൊടുത്തത് അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വേറെ ആളുകൾ അറിയാതെ രഹസ്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ചറബ് പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന നന്മയിൽ അങ്ങനെ പലതും ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞത്, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിലൂടെ മത്സരിച്ച് മുന്നേറുമെന്നാണ്. കുറെ ചെയ്തല്ലോ, ഇനി മതി, റെസ്റ്റ് എടുക്കാം എന്നല്ല, മറിച്ച് ചെയ്തത് പോരാ എന്ന തോന്നൽ, ചെയ്തതിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന ഭയപ്പാട്. അതുകൊണ്ട് അവർ പിന്നെയും പിന്നെയും നന്മകൾ അധികരിപ്പിക്കും. റമദാൻ കഴിഞ്ഞാൽ ഒരു നന്മയും തീരുകയല്ല, അതിന്റെ തുടർച്ചയാണുള്ളത്, അവസാനിപ്പിക്കാനായിട്ടില്ല. എന്നാൽ ഇതൊക്കെയാണ് എങ്കിലും പടച്ചറബിലുള്ള പ്രതീക്ഷ, അള്ളാഹു അങ്ങേയറ്റം മഗ്ഫിറത്തും മർഹമത്തുമുള്ള ആളാണ്. പടച്ചറബ് അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. അതുകൊണ്ട് സാധുവായ ഞാൻ ചെയ്ത അമലുകൾ അവൻ തട്ടിത്തെറിപ്പിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുകയില്ല. എന്റെ കുറവുകൾ ഞാൻ അംഗീകരിക്കുന്നു, എന്റെ റബ്ബ് എന്നെ സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി, സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി നന്മകളുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ സഹോദരങ്ങളെ, റമദാനിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് ഫിത്ർ സക്കാത്ത്. പല ആളുകളും മറന്നുപോകും, എന്നിട്ട് പിന്നെ വിളിച്ചു ചോദിക്കും, ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടില്ല, എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറള സക്കാത്തുൽ ഫിത്ർ മിൻ റമളാൻ, റമളാനിലെ ഫിത്ർ സക്കാത്ത് അല്ലാഹുവിന്റെ റസൂൽ നിർബന്ധമായി കൽപ്പിച്ചു. അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളായിട്ടുള്ള സർവർക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, പെരുന്നാൾ നമസ്കാരത്തിന് നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കടക്കം ഫിത്ർ സക്കാത്ത് കൊടുത്തിരിക്കണം. അത് പണക്കാരായ ആളുകൾ കൊടുക്കേണ്ടതാണ് എന്നല്ല, ആരുടെ എല്ലാം കയ്യിൽ അന്നത്തെ പെരുന്നാളിന്റെ ചെലവ് കഴിച്ച് മിച്ചമുണ്ടോ അവരത് കൊടുത്തിരിക്കണം. അത് വാപ്പയും ഉമ്മയും വെല്ലിമ്മയും വെല്ലിപ്പയും മക്കളും പേരക്കുട്ടി എല്ലാവരും കൂടുന്ന ഒരു കുടുംബമാണ്, എല്ലാവർക്കും കൊടുത്തിരിക്കണം. എപ്പോൾ കൊടുക്കണം? ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാത്ത്, പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ്. അതാണ് ലാസ്റ്റ് ടൈം. പെരുന്നാൾ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ ഫിത്ർ സക്കാത്ത് ആവൂല, അത് വെറും സദക്കയായി ദാനധർമ്മം മാത്രമേ ആവുകയുള്ളൂ. ഫിത്ർ സക്കാത്ത് ഫർളാണ്, അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ പെരുന്നാൾ നമസ്കരിക്കുന്നതിന് മുമ്പ് കൊടുത്തിരിക്കണം. എന്നാൽ 1-2 ദിവസം നേരത്തെ നമുക്കാക്കാം. കാരണം എല്ലാവരുടെയും കളക്ട് ചെയ്ത് അർഹപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ സമയം നിലാവ് കണ്ടിട്ട് പിന്നെ പെരുന്നാൾ നിസ്കാരത്തിന് രാവിലെ പോകുന്നതിന് മുമ്പ് അതിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തൊക്കെ കാനൂ യുഅതൂന ഖബ്ലൽ ഫിത്ർ ബിയൗമിൻ ഔ യൗമൈൻ, 1-2 ദിവസങ്ങൾ മുമ്പ് നേരത്തെ അതവർ കൊടുത്തിരുന്നു. അങ്ങനെ കൊടുക്കാം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന റഹിമഹുമുള്ള പ്രബലമായ ഹദീസുകളിൽ അത് കാണാം. അപ്പൊ നിസ്കാരത്തിന് ശേഷം കൊടുത്താൽ ഫിത്ർ സക്കാത്ത് ആവുകയില്ല, അതിന്റെ മുമ്പ് കൊടുക്കണം.
മുമ്പ് എന്ന് പറയുമ്പോൾ 1-2 ദിവസം അഡ്വാൻസ് ആയി നേരത്തെയാക്കി കൊടുക്കുവാനും കുഴപ്പമില്ല. മൻ അദ്ദാഹ ഖബ്ല സ്വലാത്ത് ഫഹിയ സകാത്തുൻ മഖ്ബൂല. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ആര് ആ ഫിത്ർ സക്കാത്ത് കൊടുത്തോ അത് അയാളുടെ സ്വീകാര്യോഗ്യമായ ഫിത്ർ സക്കാത്തായി പരിഗണിക്കപ്പെടും. വമൻ അദ്ദാഹ ബഅദ സ്വലാത്ത് ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ അത് കേവലം ഒരു സദഖയായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ്. എന്നാൽ മനുഷ്യ സഹജമാണ് ചിലപ്പോൾ യാത്രക്കിടയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ നമ്മളെ അലട്ടുന്ന വേറെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കഴിഞ്ഞില്ല മാർക്കറ്റിൽ പോകുവാനും വാങ്ങിക്കുവാനും അല്ലെങ്കിൽ പള്ളിയിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ആ സംഖ്യ ഏൽപ്പിക്കുവാനൊന്നും കഴിഞ്ഞില്ല. നമ്മൾ വേറെ പലരും തിരക്കിലാണെങ്കിൽ മനുഷ്യ സഹജമായ രീതിയിൽ നമ്മൾ മറന്നുപോയി. അങ്ങനെ സംഭവിക്കാലോ. എങ്കിൽ എപ്പോഴാണോ നമുക്കതിന് സാധിക്കുക എത്രയും വേഗം അത് ചെയ്യണം. കാരണം അത് അയാളുടെ കുറ്റം കൊണ്ടല്ല, സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രതിസന്ധിയാണെങ്കിൽ അതിന് അള്ളാഹു അയാളെ ശിക്ഷിക്കുകയില്ല എന്ന്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും അതൊന്നും മൈൻഡാക്കാതെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ തള്ളിക്കളയുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഫിത്ർ സക്കാത്ത് വീടൂല. അതൊരു ഫർദ് ചെയ്യാത്തതിന്റെ കുറ്റം അവർക്ക് അവശേഷിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ച് ഇൻഷാ അല്ലാഹ് ഫിത്ർ സക്കാത്ത് ഓരോ വ്യക്തിക്കും 125 രൂപ എന്ന രീതിയിൽ കളക്ട് ചെയ്ത് അതിനുള്ള അരി വാങ്ങി അർഹപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള സംഘടിതമായ ഫിത്ർ സക്കാത്തിന്റെ സൗകര്യം ഇവിടെയുണ്ട് എന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അത് പണമായിട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പണമാണ് എങ്കിലും ഒരുമിച്ച് പോയി ഒരേ രീതിയിലുള്ള നല്ല ക്വാളിറ്റി അരി വാങ്ങി ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ്. മുഖ്യ ആഹാരമാണ് വിതരണം ചെയ്യേണ്ടത്. ഇനി നമ്മൾ സ്വന്തം കൊടുക്കുകയാണെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് കുറെ അരി കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് എന്റെ വക ഒരു 500 രൂപ 1000 രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഫിത്ർ സക്കാത്ത് ആവുകയില്ല. ആ നാട്ടിലെ മുഖ്യ ആഹാരമാണ് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അരിയാണ് അതിന്റെ അളവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിയും വാക്കുകളും അനുസരിച്ച് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ കണക്കനുസരിച്ച് പറഞ്ഞാൽ സ്വാഇന്റെ കണക്ക് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു ഒത്ത മനുഷ്യന്റെ 2 കൈയും കൂടി ചേർത്ത് ഇങ്ങനെ 4 കോരൽ, അതാണ് 2 മുദ് അഥവാ ഒരു സ്വാ ആയിട്ട് പരിഗണിക്കുക. 2 മുതൽ 2.5 കിലോ വരെ പണ്ഡിതന്മാർ അതിന്റെ കണക്ക് പറയാറുണ്ട്. അത് ആളുകളുടെ കൈയിന്റെ വലിപ്പവും തൂക്കുന്ന ധാന്യത്തിന്റെ വലിപ്പവും അതിന്റെ വെയിറ്റും ഒക്കെ അനുസരിച്ച് അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ 200 ഗ്രാമിൽ കുറയാത്ത ഏകദേശം 2.5 കിലോ അതിനിടയിൽ വരുന്ന ഒരു തൂക്കം, അതാണ് പെർ ഹെഡ് ഓരോ വ്യക്തിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അതിന്റെ ഒരു കണക്കാണ്. അതനുസരിച്ചാണ് 125 രൂപ എന്ന് കണക്കാക്കിയിട്ടുള്ളത്. അത് നമ്മൾ എത്രയും വേഗം കൊടുത്തിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് നമുക്കൊരു ചെറിയ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടി കണക്ക് ചേർത്ത് ആ പൈസ അടച്ച് അതിന്റെ ബാധ്യത നമ്മൾ നിർവഹിക്കുമ്പോൾ മാത്രമെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നോമ്പിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ചകളും കുറവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണത്തിനുള്ളൊരു വകയുമായി അള്ളാഹ് നിശ്ചയിച്ചതാണ് എന്ന്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാൾ നമുക്ക് വരാനായി നിൽക്കുകയാണ്. പെരുന്നാളിൻ്റെ ദിവസം സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും ഒക്കെയായി പടച്ചറബ് നമുക്ക് നൽകിയ അവസരമാണ്. അയ്യാമു അക്ലിൻ വശുർബിൻ, തിന്നാനും കുടിക്കാനും ആഹ്ലാദിക്കാനും സന്തോഷിക്കുവാനും ഒക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ദീനിന്റെ നിയമങ്ങളെ വയലേറ്റ് ചെയ്തുകൊണ്ട് തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ആഹ്ലാദവും സന്തോഷവും അല്ല. റമദാൻ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നമ്മൾ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് തെറ്റുകൾ സംഭവിക്കാതെ നോമ്പിൽ വിശന്ന് ദാഹിച്ച് വലഞ്ഞു വരുമ്പോഴും
വായിൽ ഒരല്പ വെള്ളം തൊണ്ടയിലേക്ക് ഇറങ്ങിപ്പോകാതെ ഒതുവെടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച ആളുകൾ. പക്ഷേ ശവ്വാൽ മാസപ്പിറവി കണ്ടു, പെരുന്നാളാണ് എന്നറിഞ്ഞാൽ ഈ റബ്ബും ദീനും നിയമങ്ങളുമൊക്കെ എല്ലാം മറന്നു പോകുന്ന രീതിയിൽ, പെരുന്നാൾ മറ്റുള്ളവരെ കൊണ്ടുപോലും പറയിപ്പിക്കുന്ന രീതിയിൽ, ഹറാമുകൾക്ക് വേണ്ടി ലൈസൻസ് കൊടുക്കുന്ന ഒരു ആഘോഷത്തിന്റെ വേളയായി അതിനൊരിക്കലും കാണുവാൻ പാടില്ല. വസ്ത്രമെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറക്കേണ്ട ഭാഗം മറക്കാതെയുള്ള വസ്ത്രമാണ് നമ്മുടെ ഭാര്യയെ ധരിപ്പിക്കുന്നതെങ്കിൽ, നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ, നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മൾ കൊടുത്ത സദക്കയും ഒക്കെ ആരെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ആരോടും ചോദിക്കേണ്ട, നമ്മൾ നമ്മളോട് ചോദിച്ചാൽ മതി. ലഅല്ലക്കും തത്തഖൂൻ, നോമ്പെടുക്കാൻ അള്ളാഹ് പറഞ്ഞത് നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ വേണ്ടി എന്നാണ്. അതുകൊണ്ട് തന്നെ മാംസളമായ ശരീരത്തിന്റെ ഉയർച്ച താഴ്ചകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് എന്റെ ഭാര്യയെ, എന്റെ മക്കളെ, എന്റെ ഉമ്മയെ ഞാൻ ധരിപ്പിക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ ആണത്തമുള്ള, തന്റെ ഇടമുള്ള വാപ്പക്കും ജ്യേഷ്ഠനും ഭർത്താവിനും ഒക്കെ സാധിച്ചാൽ ആ ഭാഗത്ത് നമുക്ക് സൂക്ഷിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ പിണക്കവും വഴക്കുകളും ഒക്കെ തീർത്ത് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ, കൂട്ടിച്ചേർക്കാൻ, വിളക്കി ചേർക്കാൻ പറ്റിയ സന്ദർഭമാണ് പെരുന്നാളിന്റെ സന്ദർഭം. അപ്പോ അങ്ങനെ പിണങ്ങി നിൽക്കുന്ന, മിണ്ടാതെ കണ്ടാൽ തിരിഞ്ഞു പോകുന്ന ജ്യേഷ്ഠനോ അനുജനോ അമ്മായിയോ കൊച്ചാപ്പയോ മാമയോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ സന്ദർശിക്കാനും സലാം പറയാനും നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അതിന് താഴെ ചെറുതാണ് എന്ന് അംഗീകരിക്കില്ലല്ലേ. അപ്പോ ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ എന്റെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ തോറ്റു എന്ന് മറ്റുള്ളവർ വിചാരിച്ചോട്ടെ, എന്നാലും കുഴപ്പമില്ല എന്ന രീതിയിൽ നമുക്കൊന്ന് ചെറുതാകാൻ, റബ്ബിന് വേണ്ടി ചെറുതാകാൻ. അപ്പൊ അള്ളാഹു ഉയർത്തു എന്നാണ് അവർക്ക്. ആര് അള്ളാഹുവിന് വേണ്ടി വിനയപ്പെട്ടുവോ അള്ളാഹ് അവർക്ക് ഇസ്സത്ത് നൽകും. ആരൊന്ന് ചെറുതായി കൊടുത്തോ അള്ളാഹു അവരെ ഉയർത്തുമെന്നാണ്. അതുകൊണ്ട് ഈഗോകളൊക്കെ മാറ്റി റബ്ബിന് വേണ്ടി നമ്മൾ നന്മയിലേക്ക് മത്സരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ പെരുന്നാളിന്റെ ദിവസം കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് പുരുഷന്മാർ പ്രത്യേകം സുഗന്ധം പൂശി ഈദുൽ ഫിത്തറിന് ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ, ഈ പറഞ്ഞതൊക്കെ സുന്നത്തിലൂടെ വന്ന സംഗതിയാണ്. അന്ന് പ്രത്യേകമായി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോവുക എന്നതും സുന്നത്താണ്. അതുവരെയുള്ള ഒരു മാസം നമ്മൾ സുബഹിയുടെ മുമ്പേ ഭക്ഷണം നിർത്തി മഗ്‌രിബോട് കൂടിയ പിന്നെ ഭക്ഷണം കഴിക്കുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, അള്ളാഹ് എന്ത് പഠിപ്പിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു തന്നോ അത് ഞങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കും. അതാണ് ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ, മുസ്ലിമിന്റെ ലക്ഷണം. അതുകൊണ്ട് അന്ന് രാവിലെ പള്ളിയിലേക്ക് 29 ദിവസം പട്ടിണി കിടന്ന എനിക്കിപ്പോ ഈ സമയത്ത് എന്തിനാ എന്നല്ല ചിന്തിക്കേണ്ടത്. ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് കഴിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ശവ്വാൽ പിറവി കണ്ട ആ സമയം മുതൽ, മഗ്‌രിബ് മുതൽ തക്ബീറുകൾ ധാരാളമായി നമ്മൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹുവിനെ വാഴ്ത്തുന്ന, പുകഴ്ത്തുന്ന ആ തക്ബീറുകൾ പെരുന്നാൾ നിസ്കാരം കഴിയുന്നത് വരെയാണ് ചെറിയ പെരുന്നാളിന്റെ തക്ബീർ ഉള്ളത്. അതേപോലെ തന്നെ റമദാനിലെ നോമ്പ് രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ ഏതെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത്രയും വേഗം അത് വീട്ടി ആ ഖളാ വീട്ടാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വീട്ടിയതിന് ശേഷമാണ് ശവ്വാലിലെ 6 നോമ്പ് അയാൾക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമദാൻ, ആരെങ്കിലും റമദാനിലെ നോമ്പെടുക്കുകയും സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, അതിനോടനുബന്ധമായി ശവ്വാൽ മാസത്തിലെ 6 നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ ഫകഅന്നമാ സ്വാമദ്ദഹ്റ കുല്ലഹു, അയാൾ കാലം മുഴുക്കെ നോമ്പെടുത്തവനെ പോലെയാണ്. കാരണം 1ന് 10 എന്ന് പറയുമ്പോൾ ഒരു മാസം 10 മാസത്തെ കൂലിയായി അള്ളാഹു നൽകും. 6 ദിവസത്തെ നോമ്പ് 60 ദിവസത്തെ പ്രതിഫലമായി അള്ളാഹു തരും. അപ്പോ 10ഉം 2ഉം 12 മാസം നോമ്പെടുത്തവനെ പോലെ, നോമ്പെടുത്തവളെ പോലെയാകും. അപ്പൊ റമദാനിലെ ഖളാ വീട്ടാനുള്ള നോമ്പ് ആദ്യം വീട്ടിയതിന് ശേഷം ശവ്വാലിലെ നോമ്പ് അത് തുടർച്ചയായാൽ നല്ലത്, തുടർച്ചയായി തന്നെ വേണമെന്നില്ല. ശവ്വാൽ മാസം കഴിയുന്നതിന് മുമ്പ് 6 നോമ്പെടുത്ത് വീട്ടിയാൽ മതി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കാലം മുഴുക്കി നോമ്പെടുത്തവരെ പോലെ റബ്ബ് നമ്മെ ആദരിക്കും. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അതേപോലെ പെരുന്നാൾ നമസ്കാരത്തിന് പോകുമ്പോൾ ഈദ്ഗാഹിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിസ്കാരം എങ്ങനെയെങ്കിലും കഴിഞ്ഞ് ചാടി പുറത്തിറങ്ങുന്ന രീതിയല്ല, ഖുത്ബ ശ്രവിക്കുക എന്നുള്ളതും അതിന്റെ പരിപൂർണമായ സുന്നത്തിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ദീനിയായ അധ്യാപനങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി
ശരിയായ രൂപത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഫിത്ർ സക്കാത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. 125 രൂപയാണ് ഓരോരുത്തർക്കും എന്ന രീതിയിൽ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ ഏൽപ്പിക്കണം എന്നുദ്ദേശിക്കുന്ന ആളുകൾ ആ പൈസ ആ ബോക്സിൽ ഇടുവാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സ്ഥലമെടുക്കുന്നത് മുതൽ ഇതുമായി സഹകരിച്ച ഒട്ടേറെ വ്യക്തികളുണ്ട്. അതിൽ എപ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സഹോദരൻ അബ്ദുൽ ഖാദർ സാഹിബ്. കാരണം അദ്ദേഹത്തിന് ഈ പള്ളി ഉണ്ടായിട്ട് 2 റക്അത്ത് നമസ്കരിക്കുവാൻ പോലുമുള്ള ഒരു ഖളാ പടച്ചവന്റെ തീരുമാനമുണ്ടായില്ല. അതിനു മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇതിന്റെ മുന്നിൽ നിന്ന് ഓടി നടന്ന അദ്ദേഹം, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും ഒക്കെ പടച്ചറബ് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടേറെ സഹോദരങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും റഹ്മാനായ റബ്ബ് ദൂരീകരിച്ച് പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ അവർക്കൊക്കെയും അള്ളാഹു പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും നല്ല നല്ല മുറാദുകൾ, ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ പടച്ചറബ് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള മാനസികമായ ദുഷിപ്പും കുശുമ്പും ഒക്കെ, ആ അഴുക്കുകളൊക്കെ മാറ്റി മനസ്സിനെ സംശുദ്ധമാക്കി റബ്ബിലേക്ക് സമർപ്പിക്കാനും നമ്മുടെ സൽക്കർമ്മങ്ങൾ അതിന്റെ വീഴ്ചകളും കുറവുകളും എല്ലാം നികത്തി റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك أعداء الدين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا المستضعفين في كل مكان يا قوي يا عزيز يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. صلى الله على نبينا محمد وعلى آله وأصحابه